Hello guys, welcome back to my YouTube channel Cooking with Urad. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് എഗ് സേമിയോ. എഗ് സേമിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു കപ്പാണ് ഞാൻ അളവെടുക്കുന്നത്. അത് 2 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 3 പേർക്ക് കഴിക്കാം. ഈ ഒരു കപ്പിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സേമിയ ഈ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ്. ഇതിപ്പം റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം റോസ്റ്റ് ചെയ്തിട്ടുള്ള റോസ്റ്റഡ് സേമിയ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റോസ്റ്റഡ് സേമിയ യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സേമിയ പെട്ടെന്ന് റോസ്റ്റായി വരും, ബ്രൗൺ കളറാവും. നമുക്കൊരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരിക വേണ്ടു. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ സേമിയ റോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. പിന്നെ ഞാനൊരു 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനൊരു 8 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ 2 പച്ചമുളക്, ഒരു 1/2 കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി. അപ്പോൾ ഇത്രയും ആണ് വെജിറ്റബിൾസ് നമുക്ക് വേണ്ടത്. വെജിറ്റബിൾസ് നിർബന്ധമില്ല, ഇടുന്നവർക്ക് ഇടാം. ഇഷ്ടമില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമുക്കിനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടിയും ഇട്ട് കൊടുക്കുക. ഇനി കടുകും ഉഴുന്നുപരിപ്പും നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളകും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ 3 മുട്ട ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് സേമിയാണ് എടുത്തിരിക്കണേ. 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പം 2 കപ്പ് സേമിയയ്ക്ക് ഞാൻ 3 കപ്പ് ഈ ഒരു അളവിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് വെള്ളം. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ ഉപ്പും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
നമ്മളെ വെജിറ്റബിൾസും സേമിയയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു 5 മിനിറ്റ് ഇത് തുറന്നു വച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഇതുപോലെ അടച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം ഒരു 5 മിനിറ്റും കൂടി. ഇടയ്ക്ക് ആ ലിഡൊന്ന് തുറന്നിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കും കൂടി വേണം. അത് മറന്നു പോരുത്, കാരണം അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരണം. നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് കാണാം, പക്ഷേ കുഴപ്പമില്ല. ഞാൻ സ്റ്റൗ ഓഫാക്കി. ആ വെള്ളം കുറച്ച് ഓപ്പണാക്കി വെച്ചാൽ തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും. എന്നിതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് സ്ക്രാമ്പിളിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഞാൻ നമ്മുടെ സേമിയ ഈ സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. മുട്ടയും സേമിയയും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ എഗ് സേമിയയുടെ ടേസ്റ്റ് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾ. അങ്ങനെ ഫൈനലി നമ്മുടെ എഗ് സേമിയ റെസിപ്പി റെഡി ആയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റായിട്ട് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോർമലായിട്ട് നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കണ പോലെയല്ല, ഈ മുട്ടയും കൂടി ഇട്ട് ഈ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തത് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊരു വെറൈറ്റിക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗീയിലൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.